അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. ബഹുമാനമുള്ള ശ്രോതാക്കളെ, സഹോദര സഹോദരിമാരെ, പരാജയപ്പെട്ടുകൊണ്ടിരിക്കുന്ന മുസ്ലിം ലോകം എന്നതാണ് വിഷയം. വളരെ നാളായി നിങ്ങൾക്ക് മുന്നിൽ ഇങ്ങനെ ഒരു വിഷയം അവതരിപ്പിക്കണമെന്ന് ഞാൻ ആഗ്രഹിച്ചുകൊണ്ടിരിക്കുന്നത്. യഥാർത്ഥത്തിൽ എന്തുകൊണ്ടാണ് മുസ്ലിം സമൂഹം എണ്ണമറ്റ സാമൂഹികവും രാഷ്ട്രീയപരവും ആത്മീയവുമായ പ്രശ്നങ്ങളിലൂടെയും പ്രതിസന്ധികളിലൂടെയും കടന്നു പോകുന്നത്? എന്തുകൊണ്ടാണ് നാം സർവ്വമേഖലകളിലും ഒറ്റപ്പെടുത്തപ്പെടുന്നത്? എന്തുകൊണ്ടാണ് ലോകമാകെ നാം മാത്രം ആക്രമിക്കപ്പെടുന്നത്? എന്തുകൊണ്ടാണ് സമൂഹത്തിലെ അഖിലവും നാം മാത്രം അപമാനിക്കപ്പെടുന്നത്? എന്തുകൊണ്ടാണ് ലോകം മുഴുവൻ നമുക്കെതിരെയുള്ള കള്ളങ്ങളും പ്രചാരണം കൊണ്ട് നിറക്കപ്പെട്ടിരിക്കുന്നത്? എന്തുകൊണ്ട് മുസ്ലിം സമൂഹത്തിന് ഇത്രയധികം ദുരിതവും പ്രയാസങ്ങളും വന്നു ഭവിച്ചിരിക്കുന്നത്? എന്റെ ഈ വാക്കുകൾ ശ്രമിച്ചുകൊണ്ടിരിക്കുന്ന നിങ്ങൾ ഓരോരുത്തരും അനുദിനം ചോദിച്ചുകൊണ്ടിരിക്കുന്ന, സ്വയം ചോദിക്കുന്ന, തന്റെ കൂട്ടുകാരോട് ചോദിക്കുന്ന, തന്റെ അടുത്തവരോട് ചോദിക്കുന്ന ചോദ്യങ്ങളാണ്. ലോകമൊട്ടാകെയും തന്റെ കൺമുന്നിലും നമുക്ക് നേരെ നടക്കുന്ന ഈ അനീതിയും അക്രമവും അപമാനവും കണ്ട് ജീവിതം മടുത്ത് നിരാശയിലാണ് നമ്മൾ ഇനി എന്തു ചെയ്യണം എന്ന് ചോദിച്ച് എന്റെ അടുക്കൽ പലപ്പോഴും വരുന്ന സമൂഹത്തിലെ യുവതി യുവാക്കളുടെ ചോദ്യങ്ങൾക്ക് മറുപടി കൂടിയായിട്ടാണ് ഈ ഒരു വീഡിയോ ഞാൻ നിങ്ങളുടെ മുന്നിൽ അവതരിപ്പിക്കുന്നത്. എന്നെ സംബന്ധിച്ചിടത്തോളം അനുദിനം എന്ന് പറയാവുന്ന വിധത്തിൽ ഇത്തരം ചോദ്യങ്ങൾ അഭിമുഖീകരിക്കുന്ന ഒരു വ്യക്തിയാണ്. സമൂഹത്തിലെ നാനാ തുറയിലുള്ള യുവതി യുവാക്കൾ പലപ്പോഴും നേരിട്ട് വന്ന് ചോദിക്കും. ആ ചോദ്യങ്ങളെല്ലാം നെഞ്ചകത്തെ ഏറ്റെടുക്കുമ്പോൾ എനിക്കറിയാം, സത്യത്തിൽ ഒരു ജനത എന്ന നിലയിൽ നാം ഇന്ന് തോൽപ്പിക്കപ്പെട്ടുകൊണ്ടിരിക്കുന്ന ഒരു സമൂഹമാണ്. നാം നിന്ദിക്കപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്, അപമാനിക്കപ്പെടുകയും അനുദിനം അത് വർദ്ധിച്ചുകൊണ്ടിരിക്കുകയും ചെയ്യുകയാണ്. കൂട്ടത്തിൽ പറയട്ടെ, ഒരു വിധത്തിലും ഈ പ്രശ്നങ്ങളെയും പ്രതിസന്ധികളെയും ഒറ്റക്കായോ കൂട്ടമായോ നേരിടാൻ നമുക്ക് കഴിയുന്നില്ല എന്നതും അടുത്തൊന്നും നമുക്കതിന് കഴിയില്ല എന്നതും വളരെ പരമമായ ഒരു സത്യമാണ്, ഒരു യാഥാർത്ഥ്യമാണ്. നിങ്ങൾ ആലോചിക്കുക, നമ്മുടെ വിദ്യാലയങ്ങളിൽ പഠിക്കുന്ന കൊച്ചുകുട്ടികൾ മുതൽ മുതിർന്നവർ വരെ ഈ മതം വിശ്വസിക്കുന്നതിന്റെയും ആചരിക്കുന്നതിന്റെയും പേരിൽ ഒറ്റപ്പെടുത്തപ്പെടുകയും ആക്രമിക്കപ്പെടുകയും അപമാനിക്കപ്പെടുകയും ചെയ്യുന്നതിനെ കുറിച്ച് തടുക്കാൻ മുസ്ലിം സമുദായത്തിന് ഒരു നിലക്കും കഴിയുന്നില്ല എന്നത് വളരെ കൃത്യമായ ഒരു യാഥാർത്ഥ്യമാണ്. നമ്മുടെ വേഷവിധാനങ്ങൾ, നമ്മുടെ ജീവിത രീതികൾ, എന്തിനധികം നമ്മുടെ ഭക്ഷണക്രമം എന്തിനേയും അപമാനിക്കപ്പെടുകയും ചോദ്യം ചെയ്യപ്പെടുകയും ചെയ്യുന്നു എന്നത് സത്യമാണ്. അത് പലപ്പോഴും നമുക്ക് മാത്രമാണ്. ഒറ്റപ്പെട്ട ഒരു വേഷവിധാനം ഒരു തലമറക്കുകയോ ഒരു പെൺകുട്ടി തലയിൽ ഒരു മുണ്ടിടുകയോ ചെയ്യുന്നതിന്റെ പേരിലല്ല. ഇതിനേക്കാൾ കൃത്യമായും വ്യക്തമായും ചില കാഴ്ചപ്പാടുകളുള്ള, ചില ആചരണങ്ങളുള്ള, മുടി ഒരിക്കൽ പോലും തന്റെ മുടിയിൽ നിന്നൊരൽപ്പം പോലും എടുക്കാത്ത, ജനിച്ചത് മുതൽ വളർന്നത് സകല മുടിയും അങ്ങനെ തന്നെ കെട്ടിവെക്കുന്ന, ചില പ്രത്യേക വിധത്തിൽ വസ്ത്രം ധരിക്കുന്ന, ചില പ്രത്യേക വേഷവിധാനങ്ങളുള്ള എത്രയോ സമൂഹങ്ങൾ നമ്മുടെ ഭാരതത്തിൽ പോലും. പക്ഷെ അവർ ഒരിക്കലും ചോദ്യം ചെയ്യപ്പെടുന്നില്ല, അവർ അപമാനിക്കപ്പെടുന്നില്ല എന്നത് യാഥാർത്ഥ്യം. നമ്മെ സംബന്ധിച്ചിടത്തോളം നാം എപ്പോഴും ആക്രമിക്കപ്പെടുന്നു, അപമാനിക്കപ്പെടുന്നു. പൊതു ഇടങ്ങളിൽ നാം വളരെ കൂടുതൽ പ്രയാസങ്ങൾ, നമ്മുടെ യുവതി യുവാക്കൾ, നമ്മുടെ കൊച്ചുകുട്ടികൾ, വിദ്യാലയങ്ങളിൽ പഠിക്കുന്ന കൊച്ചുകുട്ടികൾ പോലും വളരെ പ്രയാസങ്ങൾ അനുഭവിച്ചാണ് ഇന്നത്തെ സാഹചര്യത്തിൽ ജീവിച്ചുകൊണ്ടിരിക്കുന്നത് എന്നത് വളരെ വലിയ ഒരു യാഥാർത്ഥ്യമാണ്, സത്യമാണ്. നമ്മുടെ ഈ കാലഘട്ടം എന്ന് പറഞ്ഞാൽ ഒരു മുസ്ലിമിനെ സംബന്ധിച്ചിടത്തോളം ചരിത്രത്തിലെ ഏറ്റവും സങ്കീർണമായ ഒരു കാലഘട്ടം. ഈ കാലം നിരാശയും ഭയവും ദുഃഖവും നമുക്കുള്ളിൽ നിറയ്ക്കുമ്പോൾ, ഈ കാലഘട്ടത്തിൽ ജീവിക്കാൻ വിധിക്കപ്പെട്ട അന്ത്യകാലഘട്ടത്തിന്റെ പരീക്ഷണ തീച്ചൂളയിൽ ഉരുകുന്ന നമുക്ക് നമ്മുടെ നേതാവും
അന്ത്യ തിരുദൂതരുമായ പുണ്യ റസൂൽ മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വാക്കുകൾ മാത്രമാണ് ഏറ്റവും അടിസ്ഥാനപരമായി തുണയാകുന്നത്. ആ വാക്കുകളിലേക്ക് നാം ചിന്തിക്കണം. നമ്മുടെ കൺമുന്നിൽ പുണ്യ റസൂൽ ഉദയം ചെയ്യുകയും 1400 വർഷങ്ങൾക്കിപ്പുറം എന്താണ് സംഭവിക്കുക, എന്റെ സമുദായത്തിന് എത്രമേൽ വലിയ തീച്ചൂളയിൽ അവർ അകപ്പെടും എന്നതിന് വളരെ കൃത്യവും സ്പഷ്ടവുമായ ഇങ്ങനെ ഒരു സാമൂഹിക സാഹചര്യം ചിന്തിക്കാനാവാത്ത ഒരു കാലത്ത് മഹാനായ പുണ്യ റസൂൽ തിരുമേനി പറഞ്ഞ ആ അടിസ്ഥാനപരമായ വാക്കുകൾ നമ്മൾ എത്ര ഈ പ്രയാസത്തിന്റെ തീച്ചൂളയിലും നമ്മുടെ മനസ്സിൽ ആ വാക്കുകൾ ഉദയം ചെയ്യണമെന്ന് എന്റെ യുവതി വാക്കുകൾ ചിന്തിക്കണം. എന്താ പുണ്യ റസൂൽ പറഞ്ഞത്? മഹാനായ സയ്യിദുന അബൂ ദാവൂദ് റളിയല്ലാഹു അൻഹു തന്റെ സുനനിൽ ഈ ഹദീസ് രേഖപ്പെടുത്തിയിട്ടുണ്ട്. ധാരാളം മഹത്തുക്കളായ മുഹദ്ദിസുകൾ ഈ ഹദീസ് രേഖപ്പെടുത്തിയതായി കാണാൻ കഴിയും. യൂഷികുൽ ഉമമു അൻ തദാഅ അലൈക്കും കമാ തദാഅ അൽ-അഖലതു ഇലാ ഖസ്അതിഹാ ഖാല ഖായിലുൻ മിൻഹും വമിൻ ഖില്ലത്തിൻ യൗമ നഹ്നു യൗമഇദിൻ യാ റസൂലല്ലാഹ് ഖാല ലാ ബൽ അൻതും കസീർ ولكنكم غثاء كغثاء السيل ولينزعن الله من صدور عدوكم المهابة منكم وليقذفن في قلوبكم الوهن قالوا قال قائل يا رسول الله وما الوهن قال حب الدنيا وكراهية الموت. ثوبان റളിയല്ലാഹു അൻഹു പുണ്യ റസൂലിൽ നിന്ന് ഈ വാക്കുകൾ കേൾക്കുന്നതായി അബൂ ദാവൂദ് റളിയല്ലാഹു അൻഹു രേഖപ്പെടുത്തുന്നത്. വേറെയും മഹാന്മാരായ സ്വഹാബത്ത് ഇത് കേൾക്കുകയും ലോകത്തിന് കൈമാറുകയും ചെയ്ത രേഖകൾ മറ്റു ഹദീസ് ഗ്രന്ഥങ്ങളിൽ നിന്നും ലഭ്യമാണ്. എന്താണ് ഇവിടെ സാഹചര്യം? പുണ്യ റസൂൽ തിരുമേനി പറയുകയാണ്, എന്റെ സമുദായം, ലോകത്തുള്ള സകല സമൂഹങ്ങളും എല്ലാവരും ഒരു ഭക്ഷണത്തളികയുടെ മുന്നിലിരിക്കുന്നവർ ഭക്ഷണത്തിലേക്ക് കൈനീട്ടി ആ ഭക്ഷണം ഭുജിക്കാൻ വേണ്ടി, അതിനെ വലിച്ചു നീറാൻ വേണ്ടി കാണുന്ന തത്രപ്പാടുകൾ, ബദ്ധപ്പാടുകൾ, ധൃതി പോലെ ലോകത്തിന്റെ നാനാഭാഗത്തുമുള്ള സമൂഹങ്ങൾ, ദുർബലരും ശാക്തിക സമൂഹവും ലോകത്തെ എല്ലാവരും ഒരുപോലെ നിങ്ങളുടെ മേൽ കൈനീട്ടുന്ന, നിങ്ങളുടെ അഭിമാനത്തിന്റെ മേൽ കൈവെക്കുന്ന, നിങ്ങളുടെ ആദർശത്തിന്റെ മേൽ കൈവെക്കുന്ന, നിങ്ങളുടെ ജീവിത രീതികളുടെ മേൽ കൈവെക്കുന്ന, നിങ്ങളുടെ വേഷവിധാനങ്ങളുടെ മേൽ കൈവെക്കുന്ന ഒരു കാലഘട്ടം ലോകം അവസാനിക്കുന്നതിന് മുമ്പ് സംഭവിക്കുക തന്നെ ചെയ്യും. അപ്പോൾ സദസ്സിലുള്ള ഒരാൾ എണീറ്റ് പുണ്യ തിരുമേനിയോട്, തിരുദൂതരോട് ഇങ്ങനെ ചോദിച്ചു, അന്ന് ഞങ്ങൾ എണ്ണത്തിൽ വളരെ കുറവായതുകൊണ്ടായിരിക്കുമോ, ഞങ്ങൾ ഏറെ ന്യൂനപക്ഷത്തിലും ന്യൂനപക്ഷമായതുകൊണ്ടായിരിക്കുമോ ലോകം മുഴുവനും ശാക്തിക സമൂഹങ്ങൾ മുതൽ ദുർബല സമൂഹങ്ങൾ വരെയും ഞങ്ങളുടെ മേൽ, ഈ സമുദായത്തിന്റെ മേൽ, അവരുടെ അഭിമാനത്തിന്റെ മേൽ, അവരുടെ വേഷവിധാനങ്ങളുടെ മേൽ, അവരുടെ ഭക്ഷണക്രമങ്ങളുടെ മേൽ, അവരുടെ ദൈനംദിന ജീവിതത്തിന്റെ മേൽ കൈ നീട്ടുകയും അവരെ പ്രയാസപ്പെടുത്തുകയും അവരെ തീച്ചൂളയിൽ അകപ്പെടുത്തുകയും അവരെ അപമാനിക്കുകയും ചെയ്യുന്നത് ഞങ്ങളുടെ എണ്ണത്തിൽ, മുസ്ലിം സമുദായം എണ്ണത്തിൽ അക്കാലത്തിൽ ഏറെ കുറവായതുകൊണ്ടായിരിക്കുമോ തിരുദൂതരെ? അപ്പോൾ തിരുദൂതർ പ്രതിവചിച്ചു, ഒരിക്കലുമല്ല, ആ ദിവസം അക്കാലത്ത് ലോക സമൂഹത്തിൽ നിങ്ങൾ ജനസംഖ്യാപരമായി എണ്ണപ്പെട്ട ഒരു സമൂഹം തന്നെയായിരിക്കും. പലയിടത്തും നിങ്ങൾ പലരെക്കാളും ഭൂരിപക്ഷമായിരിക്കും. ആഗോള തലത്തിൽ നിങ്ങൾ വലിയ ഒരു സമൂഹമായിരിക്കും. പക്ഷെ നിങ്ങൾ പ്രചണ്ഡമായ മലവെള്ളപ്പാച്ചിലെ ചണ്ടികൾ പോലെയുള്ള പ്രചണ്ഡമായ ഒരു അസ്തിത്വമില്ലാത്ത, ഒരു യാഥാർത്ഥ്യവുമില്ലാത്ത, ഒരു ഖരവുമില്ലാത്ത, സമൂഹത്തിലൊന്നും ചെയ്യാൻ കഴിയാത്ത പ്രചണ്ഡമായ മലവെള്ളപ്രവാഹത്തിലെ നുരകളും പലകളും അടങ്ങിയ ചണ്ടികൾ മാത്രമുള്ള ചണ്ടികൾ പോലെയായിരിക്കും എന്നതാണ് നിങ്ങളുടെ മേൽ നിങ്ങൾ ആക്രമിക്കപ്പെടാനുള്ള യഥാർത്ഥ കാരണം. മാത്രമല്ല, നിങ്ങളല്ലാത്തവരിൽ നിന്ന്
ഭക്തിപുരസ്സരമായ ബഹുമാനം നിങ്ങളെ കുറിച്ച് അള്ളാഹു നഷ്ടപ്പെടുത്തും. ഒരു ഭക്തിസാന്ദ്രമായ, ഒരു ഭക്തിപുരസ്സരമായ ഒരു സ്നേഹം, ഒരു ബഹുമാനം. നിങ്ങളെ കുറിച്ച് ഒരു ഭക്തിസാന്ദ്രമായ, ഒരു ഭക്ത്യാദരവോട് കൂടെയുള്ള ഒരു ബഹുമാനം അന്ന് ലോകത്ത് ഒരു ജനതക്കും ഉണ്ടാവില്ല എന്നല്ല, എന്ന ഒരു രോഗം നിങ്ങളുടെ മനസ്സിൽ അള്ളാഹു നിറയ്ക്കുകയും ചെയ്യും. അപ്പോൾ സദസ്സിൽ ഒരാൾ ഇങ്ങനെ ചോദിച്ചു, എന്നൊരു രോഗം, ഞങ്ങൾക്ക് ആ രോഗം അറിയില്ലല്ലോ, എന്താണ് അങ്ങനെ ഒരു രോഗം? അപ്പോൾ പുണ്യ റസൂൽ തിരുമേനി പറയുന്ന മറുപടി, എന്ന രോഗം മറ്റൊന്നുമല്ല, നിങ്ങളുടെ രോഗം, നിങ്ങൾ ലോകത്ത് വലിയൊരു സമൂഹമായിരിക്കും, ലോകത്തെ എണ്ണപ്പെടാൻ മാത്രമുള്ള വലിയ ജനക്കൂട്ടമുള്ള ഒരു ജനതയായിരിക്കും. പക്ഷേ നിങ്ങളെ രണ്ട് കാര്യങ്ങൾ ബാധിക്കും. ആ രണ്ടു കാര്യമാണ് ഈ രോഗം. ഒന്ന് ഭൗതിക പ്രമത്തത തന്നെ, ഭൗതികതയോടുള്ള, മോഡേണിറ്റിയോടുള്ള വല്ലാത്തൊരു അടങ്ങാത്ത അഭിനിവേശം, മരണത്തോടുള്ള വെറുപ്പ്. ഈ ലോകം അങ്ങനെ സുഖിച്ചും ഭുജിച്ചും കളിച്ചും രസിച്ചും ലഭിച്ചും കഴിഞ്ഞു കൂടണമെന്ന ചിന്ത വലിയവർ മുതൽ ചെറിയവർ വരെ നിങ്ങളെ ബാധിക്കും. അങ്ങനത്തെ ഒരു ജനത ഒരു കാലത്ത് നിങ്ങൾ ജീവിക്കുമ്പോൾ ഭക്ത്യാദരവോടെ ലോകത്തൊരു സമൂഹത്തിനും നിങ്ങളെ നോക്കിക്കാണാൻ കഴിയില്ല. സത്യത്തിൽ വളരെ ഗൗരവമായി നാം ഓരോരുത്തരും ചിന്തിക്കണം. സത്യത്തിൽ ഇതല്ലേ ഇന്ന് നടക്കുന്നത്? ലോകം മുഴുവനും നമുക്കെതിരെ പടച്ചുവിടുന്ന കള്ളങ്ങൾക്കും കുപ്രചാരണങ്ങൾക്കും മറുപടി പറയാൻ ഇന്ന് നമുക്ക് കഴിയുന്നുണ്ട്. നമ്മുടെ ഈ കൊച്ചു കേരളത്തിൽ പോലും അനുദിനം എന്നോളം ഇസ്ലാമിനെ കുറിച്ചും ഇസ്ലാമിന്റെ പുണ്യസൂലായ തിരുദേവത്തർ നബി മുഹമ്മദ് മുസ്തഫ തങ്ങൾക്കെതിരെയും നിരീശ്വരവാദികൾ അടക്കമുള്ളവർ, ലിബറലിസ്റ്റുകൾ അനുദിനം പടച്ചുവിടുന്ന കള്ളങ്ങൾ, പച്ചക്കള്ളങ്ങൾ കേട്ടാൽ ഏതൊരു മുസ്ലിമിനും അറിയാം അത് 100% കള്ളമാണ്. ആ കള്ളങ്ങൾക്കെതിരെ പോലും വ്യക്തമായി ഒരു ചെറുവില നനക്കാൻ നമുക്ക് കഴിയുന്നുണ്ട് എന്ന് മാത്രമല്ല, ലോകം മുഴുവനും മുസ്ലിം സമുദായത്തിനെതിരെ നടക്കുന്ന കൂട്ടക്കൊലകൾ, വംശഹത്യകൾ, അതിനെതിരെ ഒരു ചെറുവില നനക്കാൻ നമുക്ക് ഇന്ന് കഴിയുന്നുണ്ടോ? ഒരിക്കലുമില്ല. ഉണ്ടെന്ന് ആര് പറഞ്ഞാലും അത് തീർച്ചയായും കളവാണ്. നമുക്കതിന് കഴിയുന്നില്ല. സമീപഭാവിയിൽ നമുക്കതിന് കഴിയുകയുമില്ല. ഇതെല്ലാം കയ്യം കെട്ടി വലിയവർ മുതൽ ചെറിയവർ വരെ ഞാനൊന്നും അറിഞ്ഞില്ല രാമനാരായണ എന്ന ഭാവേന നിസ്സംഗതയോടെ ചെറിയവരും വലിയവരും ഉന്നതരും പണ്ഡിതരും നേതാക്കളും സദാത്തുക്കളും എല്ലാവരും നിസ്സംഗതയോടെ നോക്കി നിൽക്കുന്നത് അനുദിനം നമ്മൾ അനുഭവിച്ചറിയുകയാണ്. എന്താണ് പുണ്യ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞിട്ടുള്ള ഈ യാഥാർത്ഥ്യം എത്ര വളരെ വ്യക്തമായിട്ടാണ് ഇന്ന് നമ്മുടെ മുന്നിൽ പുലർന്നിട്ടുള്ളത്. ഇപ്പോഴും യഥാർത്ഥത്തിൽ 1400 വർഷങ്ങൾക്കിപ്പുറവും ഇങ്ങനത്തെ ഒരു സാഹചര്യം ഒരിക്കലും അചിന്തനീയമായ ഒരു കാലത്താണ് പുണ്യ റസൂൽ മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അന്ന് ചിന്തിക്കാനാവാത്ത ഇങ്ങനെ ഒരു കാലം വരുമെന്ന് വളരെ വ്യക്തമായി നമ്മുടെ മുന്നിൽ തുറന്നു പറഞ്ഞിട്ടുണ്ട്. മറ്റൊരു വാക്യ പ്രകാരമാണ്, പുണ്യ തിരുമേനിയുടെ തിരുദൂതരുടെ മറ്റൊരു വാക്യ പ്രകാരമാണ്. മഹാനായ അനസ് ബിൻ മാലിക് റളിയല്ലാഹു അൻഹു ആണ് പുണ്യ റസൂൽ മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയിൽ നിന്ന് ഈ ഹദീസ് കേട്ടിട്ടുള്ളത്. ധാരാളം മുഹദ്ദിസുകൾ, ഇമാം തുർമിദി അടക്കം ധാരാളം മുഹദ്ദിസുകൾ ഈ ഹദീസ് രേഖപ്പെടുത്തിയിട്ടുണ്ട്. എന്താണ് ഹദീസ്? യഅതി അലന്നാസി സമാൻ الصابر فيهم على دينه كالقابل على الجمر. يأتي على الناس زمان, എന്റെ സമുദായത്തിന് ഒരു കാലം വരാനിരിക്കുന്നുണ്ട്. الصابر فيهم على دينه, ആ കാലഘട്ടത്തിൽ സ്വന്തം മതത്തിന്റെ മേൽ ഒരാൾ അതിന്റെ ആചാരങ്ങൾ, അതിന്റെ അനുഷ്ഠാനങ്ങൾ, അതിന്റെ വേഷവിധാനങ്ങൾ, അതിന്റെ രീതികൾ, അതിന്റെ വിശ്വാസ ആചാരങ്ങൾ, അതിന്റെ സകലമായ കാര്യങ്ങളും ഒരാൾക്ക് പുലർത്തിൽ പോരാൻ കഴിഞ്ഞാൽ അതിന്റെ മേൽ ക്ഷമിക്കാൻ, മതത്തിന്റെ മേൽ ക്ഷമിക്കാൻ, എല്ലാ കുപ്രചാരണങ്ങളുടെയും എല്ലാ കള്ളങ്ങളുടെയും എല്ലാ വ്യക്തിഹത്യകളുടെയും എല്ലാ
അപഹാസ്യതകളുടെയും എല്ലാ അപമാനങ്ങളുടെയും തൊഴിലിടങ്ങളിൽ, സോഷ്യൽ മീഡിയയിൽ, വിദ്യാലയങ്ങളിൽ, മാർക്കറ്റിൽ, ബസ്സിൽ, എവിടെയും മനുഷ്യൻ എവിടെയുണ്ടോ അവിടെയെല്ലാം അനുഭവിക്കുന്ന ഈ അപമാനങ്ങളും ഈ കള്ളപ്രചാരണങ്ങളും എല്ലാം കേട്ടിട്ടും സ്വന്തം ദീനിന്റെ മേൽ ഒരാൾക്ക് മുറുകെ പിടിക്കാൻ കഴിഞ്ഞാൽ തീക്കട്ടകൾ കയ്യിൽ പിടിക്കുന്ന വ്യക്തിയെ പോലെയായിരിക്കും അയാൾ എന്ന് മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. വളരെ ഗൗരവമായി നാം ഇത് മനസ്സിലാക്കണം. അതായത് പറയാണ് അക്കാലത്ത് ഒരാൾക്ക് ക്ഷമിക്കുക എന്നത് വളരെ പ്രയാസമായി. ഒരു ഇസ്ലാമിന്റെ വേഷം ധരിക്കുക ഒരു പെൺകുട്ടിക്ക് പോലും വളരെ പ്രയാസകരമായിരിക്കും. മുതിർന്നവർക്ക് മാത്രമല്ല ആർക്കും അന്ന് അപമാനമായിരിക്കും. അങ്ങനത്തെ ഒരു കാലത്ത് ഒരാൾക്ക് സ്വന്തം മതം മുറുകെ പിടിക്കാൻ കഴിഞ്ഞാൽ തീക്കരകളിൽ മുറുകെ പിടിക്കുന്ന കൈകളിൽ കരൽ പിടിക്കുന്നത് പോലെയായിരിക്കും. ജ്വലിക്കുന്ന തീക്കരകൾ കയ്യിൽ പിടിച്ചു നിൽക്കുന്ന ഒരു വ്യക്തിക്ക് എത്ര വേണം ക്ഷമ, അത്രമാത്രം ക്ഷമ വേണ്ടി വരും. അക്കാലത്ത് തന്റെ ഇസ്ലാമിക സംസ്കാരവും വേഷവിധാനങ്ങളും തന്റെ ജീവിത രീതിയും ആചാരമര്യാദകളും അനുഷ്ഠാനങ്ങളും പുലർത്തിപ്പോരാൻ ഒരു വിശ്വാസി അത്രയേറെ പ്രയാസപ്പെടുന്നതാണ്. തന്റെ വിശ്വാസത്തിന്റെയും ആചാരത്തിന്റെയും വസ്ത്രധാരണത്തിന്റെയും ജീവിത രീതിയുടെയും പേരിൽ നിരന്തരം ആക്രമിക്കപ്പെടുകയും ഒറ്റപ്പെടുത്തപ്പെടുകയും ചെയ്യുമ്പോൾ സാധാരണക്കാരനായ ഒരു സാധു വിശ്വാസി അല്ലെങ്കിൽ വിശ്വാസിനി തന്റെ മതം ഉപേക്ഷിക്കുന്നതിനെ കുറിച്ച് ചിന്തിച്ചു പോകുമെന്നാണ് അങ്ങനെയും ചിന്തിച്ചു പോകുമ്പോഴാണ് ഈ മതം ഞാൻ ഉപേക്ഷിച്ചാലോ എന്ന് പോലും ആ കാലഘട്ടത്തിൽ ഒരു പക്ഷേ സാധുജനങ്ങൾ ചിന്തിച്ചേക്കാം എന്നാണ് ഈ പറഞ്ഞത്. അവിടെയും ക്ഷമിക്കൽ നമ്മുടെ ഉത്തരവാദിത്തമാണ്. പ്രിയപ്പെട്ട യുവാക്കൾ, നിങ്ങൾ ഓരോരുത്തരും കാലഘട്ടത്തിൽ അനുഭവിക്കുന്ന മാനസിക സമ്മർദ്ദവും പ്രയാസങ്ങളും വേദനയും ഒറ്റപ്പെടലും നിരാശയും തീർച്ചയായും എനിക്ക് മനസ്സിലാവും. സ്കൂളിലും കോളേജിലും ജോലിയിടത്തും മറ്റുള്ള എല്ലാ സമൂഹം ഒരുമിച്ച് കൂടുന്ന എവിടെയും നിങ്ങൾ ഈ മതം മുറുകെ പിടിച്ച് ജീവിക്കാൻ നിങ്ങൾ ഓരോരുത്തരും അനുഭവിക്കുന്ന പ്രയാസം, വേദന എനിക്കറിയും. ഒരു മുസ്ലിം യുവതി അനുഭവിക്കുന്ന, ഒരു മുസ്ലിം പെൺകുട്ടി അനുഭവിക്കുന്ന, ഒരു യുവാവ് അനുഭവിക്കുന്ന വേദന എനിക്ക് മനസ്സിലാവും. സത്യമായിട്ടും നിങ്ങൾ ആ വേദന അനുഭവിക്കുന്നുണ്ട്. പക്ഷേ നിങ്ങളൊരു കാര്യം ചിന്തിക്കണം. ഇതെല്ലാം വളരെ വ്യക്തമായി നേരത്തെ നമ്മളോട് പറഞ്ഞിട്ടുള്ളത്. ഒരു മനുഷ്യൻ എന്ന നിലയിൽ ഒരു ധാർമ്മിക സംസ്കാരത്തെ സ്വീകരിക്കുന്ന, ഇസ്ലാമിന്റെ ധാർമ്മിക ഐഡന്റിറ്റിയെ സ്വീകരിക്കുന്ന ഒരു വ്യക്തി എന്ന നിലയിൽ നമ്മൾ ഇപ്പോൾ ഇത് ക്ഷമിച്ചേ മതിയാകും. നാം ക്ഷമിക്കണം. എനിക്കറിയാം നാം പരാജയപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. എവിടെയും കോളേജിലും ജോലിയിടത്തും മതം മുറുകെ പിടിച്ച് നീറുന്ന ഹൃദയമായി നിങ്ങൾ നിരാഗ്രഹങ്ങൾ തള്ളി നീക്കുന്നത് എനിക്കറിയാം. നാം പരാജയപ്പെടുന്ന, നാം തോറ്റു പോകുന്ന, നാം അപമാനിക്കപ്പെടുന്ന, നമ്മെ സംരക്ഷിക്കാൻ ഒന്നിനും കഴിയാത്ത ഒരു കാര്യം, ഒന്നിനും കഴിയാത്ത ആരും ഞങ്ങൾ സംരക്ഷിക്കാമെന്ന് ആരും പറഞ്ഞാലും അത് വിടുവായത്തങ്ങൾ മാത്രം. ആർക്കും ഒന്നിനും ഈ കാലത്ത് നമ്മെ സംരക്ഷിക്കാനോ നമ്മുടെ അപമാനത്തിൽ നിന്ന്, ഈ അപമാനകരമായ സാഹചര്യങ്ങളിൽ നിന്ന് നമ്മെ രക്ഷപ്പെടുത്താനോ കഴിയില്ല. ഇതങ്ങനെ ഒരു പീരിയഡാണ്. ഇത് തീർന്നു പോയേ മതിയാകൂ. അതുവരെയും നാം ഇത് അനുഭവിച്ചേ മതിയാകൂ. ഇതൊരു പുതിയ കാറ്റാണ്. ഈ കാറ്റിൽ വീശിക്കൊണ്ടേയിരിക്കുകയാണ്. ഈ കാറ്റ് നാം അനുഭവിക്കാൻ നിർബന്ധിതരാണ്. അവിടെയും പുണ്യ റസൂൽ മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നമ്മുടെ മനസ്സിൽ ജീവിക്കണം. നമ്മുടെ ആഗോള നേതൃത്വത്തിനോ മത നേതാക്കൾക്കോ മതപണ്ഡിതന്മാർക്കോ സയ്യിദന്മാർക്കോ മുശാവറ കൂട്ടങ്ങൾക്കോ സമുദായ രാഷ്ട്രീയ നേതാക്കന്മാർക്കോ അവർ സൃഷ്ടിച്ചുകൊണ്ടിരിക്കുന്ന വ്യവസ്ഥിതികൾക്കോ സംവിധാനങ്ങൾക്കോ അവരുടെ കയ്യിലുള്ള അധികാരത്തിനോ നമ്മെ ഈ പരീക്ഷണങ്ങളിൽ നിന്ന് രക്ഷിക്കാൻ ഈ ഒരു പീരിയഡിൽ അവർ നല്ലവരല്ലാത്തതുകൊണ്ടല്ല, അവർ അധ്വാനിക്കാത്തത് കൊണ്ടും അല്ല. ഞാൻ അവരെ അധ്വാനിക്കുന്നില്ല എന്ന് പറഞ്ഞവരെ കുറ്റപ്പെടുത്തുകയല്ല. പക്ഷെ കഴിയുമെന്ന് ആര് വാദിച്ചാലും അത് വിടും. അത് അത്ര വലിയ നേതാവ് പറഞ്ഞാലും അനുയായി പറഞ്ഞാലും എത്രയും വലിയ ചിന്തകൻ പറഞ്ഞാലും
അത് വിടുവായത്തം മാത്രമാണ്. പുണ്യ റസൂൽ മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുള്ള ജാബിർ ബിൻ അബ്ദില്ലാഹ് റളിയല്ലാഹു അൻഹു പുണ്യ റസൂലിൽ നിന്ന് കേട്ടിട്ടുള്ള ധാരാളം സ്വഹാബികൾ കേട്ടിട്ടുള്ള ഇമാം തുബ്രാനി തന്റെ മുസ്നദിൽ രേഖപ്പെടുത്തിയിട്ടുള്ള ഒരു ഹദീസ് സാന്ദർഭികമായി ഞാൻ നിങ്ങളുടെ മുന്നിൽ കൊണ്ടുവരികയാണ്. യഅതി സമാനുൻ അലന്നാസ് യസ്തഗ്ഫിറുൽ മുഅ്മിനു ഫീഹിം കമാ യസ്തഗ്ഫിറുൽ മുനാഫിഖു ഫീകുമുൽ യൗം. ഇമാം തുബ്രാനി തന്റെ മുസ്നദിൽ രേഖപ്പെടുത്തുകയാണ്. പുണ്യ റസൂൽ പറഞ്ഞു, യഅതി അലന്നാസി സമാൻ, എന്റെ സമുദായത്തിൽ ഒരു കാലം വരും, മാനവ സമൂഹത്തിൽ ഒരു കാലം വരും, എന്റെ സമുദായം അവസാന കാലത്ത് ഒരവസ്ഥയെ അഭിമുഖീകരിക്കും. എന്താ അവസ്ഥ? യസ്തഗ്ഫിറുൽ മുഅ്മിനു ഫീഹിം, അക്കാലത്ത് നേരിന്റെ വക്താവ്, സത്യവിശ്വാസി, ഒരു ഇസ്ലാമിക ധർമ്മനിഷ്ഠൻ, ഒരു ധർമ്മനിഷ്ഠയായ പെണ്ണ്, പെൺകുട്ടി, യുവതി, യുവാവ് ഒളിച്ചു ജീവിക്കേണ്ടി വരും. ഇന്ന് പതിനായിരക്കണക്കിന് ലക്ഷക്കണക്കിന് സത്യവിശ്വാസികളായ സ്വഹാബികൾക്ക് നടുവിൽ ഒരു കപട വിശ്വാസി എങ്ങനെ ഒളിച്ചു ജീവിക്കുന്നു, അപ്രകാരം ലോകത്തെ സമൂഹങ്ങൾക്കും നടുവിൽ ഒരു സത്യവിശ്വാസി, ധർമ്മനിഷ്ഠനായ ഒരു മുസ്ലിം യുവാവ്, യുവതി, പെൺകുട്ടി, അല്ലെങ്കിൽ യുവാവ്, ധർമ്മനിഷ്ഠയായ യുവതി, ഒരു സത്യവിശ്വാസിനി ഒളിച്ചു ജീവിക്കേണ്ടി വരും. ഒരു റിവായത്തിൽ പറയുന്നത്, ഇരുട്ടിൽ കുറുനരി പതുങ്ങി നടക്കും പോലെയായിരിക്കും ഒരു സത്യവിശ്വാസി അക്കാലത്ത് സമൂഹത്തിന്റെ മുന്നിൽ നടക്കേണ്ടത്. ഇരുട്ടിൽ കുറുനരി എങ്ങനെയാണ് പതുങ്ങി മെല്ലെ ഇരുട്ടിലൂടെ എങ്ങനെയാണ് പതുങ്ങി നടക്കുക, അപ്രയാകാരമായിരിക്കും അക്കാലത്ത് ഒരു സത്യവിശ്വാസി ജീവിക്കേണ്ടി വരും. ആരും എന്നെ കാണാതെ, ആരും അപമാനിക്കുന്ന സമൂഹത്തിന്റെ നടുവിൽ പെടാതെ, ആ ആക്രമിക്കപ്പെടുന്നവരുടെ നടുവിൽ പെടാതെ, ആ അപമാനിക്കുന്ന സമൂഹത്തിൽ തന്റെ വേഷത്തിന്റെ പേരിൽ, തന്റെ സംസ്കാരത്തിന്റെ പേരിൽ, തന്റെ മതത്തിന്റെ പേരിൽ, തന്റെ ഐഡിയോളജിയുടെ പേരിൽ, തന്റെ മതത്തിന്റെ തിയോളജിയുടെ പേരിൽ, താൻ അഭിമുഖീകരിക്കുന്ന ധാർമ്മികമായ രീതികളുടെ പേരിൽ താൻ അപമാനിക്കപ്പെടുകയും അപഹസിക്കപ്പെടുകയും ഒരു വേള വ്യക്തിഹത്യ ചെയ്യപ്പെടുകയും ഒരു പക്ഷേ ആക്രമിച്ച് ഇല്ലാതെയാക്കപ്പെടുകയും ചെയ്യുന്ന സാമൂഹിക സാഹചര്യത്തിൽ ഇരുട്ടിൽ കുറുനരി പതുങ്ങി നടക്കുന്നത് പോലെ ആയിരിക്കും അക്കാലത്തിൽ ധർമ്മനിഷ്ഠനായ യുവതി, ധർമ്മനിഷ്ഠനായ യുവാവ് ജീവിക്കേണ്ടി വരിക എന്ന് പുണ്യ റസൂൽ മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഈ സാഹചര്യം തീർച്ചയായും വെളിച്ചം കടന്നു വരിക തന്നെ ചെയ്യും. പക്ഷേ ഈ ഒരു പീരീഡിൽ നാം ഒളിച്ചു ജീവിക്കണം. നാം എടുത്തു ചാടി മുന്നോട്ട് ചാടണമെന്നാണ് ചിലരെല്ലാം ധരിച്ചു വെച്ചിട്ടുള്ളത്. നാം സമൂഹത്തിന്റെ മധ്യത്തിലേക്ക് കുതിരശക്തികളോടെ എടുത്തു ചാടണമെന്നാണ് ചിലരെങ്കിലും ധരിച്ചിട്ടുള്ളത്. അത് മൗഢ്യം മാത്രമാണ്. അത് നമ്മെ കൂടുതൽ അപകടപ്പെടുത്താനും നമ്മുടെ ധർമ്മ സംസ്കാരം കൂടുതൽ ഇല്ലാതെയാക്കാനും മാത്രമേ ഉപകരിക്കൂ. കൂടുതൽ നാം യൂറോപ്യൻ സംസ്കാരത്തിന് വശംവദയാകാൻ മാത്രമേ നമ്മുടെ എടുത്തുചാട്ടം ഇനി നമുക്ക് അവസരം ഉണ്ടാകൂ. ഇപ്പോൾ നാം ഒളിച്ചു ജീവിക്കും. അങ്ങനെ ഒരു പിരീഡ് ഉണ്ടാവുമല്ലോ. ഇത് നാം ഒളിച്ചു ജീവിക്കേണ്ട കാലഘട്ടം. ഹബീബായ മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞത്, ഒരാൾക്ക് തന്റെ കുടുംബത്തിലേക്ക്, തന്റെ കൃഷിയിടത്തിലേക്ക് തിരിച്ചു നടക്കാൻ കഴിയുമെങ്കിൽ അതായിരിക്കും പലപ്പോഴും സമൂഹത്തിന്റെ നടുവിലേക്ക് ഓടുന്നതിനേക്കാൾ അവന് നല്ലത് എന്നൊരു കാലഘട്ടത്തിലാണ് ഇന്ന് നാം ജീവിക്കുന്നത്. നാം ഒളിച്ചു ജീവിക്കേണ്ട കാലഘട്ടമാണ്. ഈ കാലഘട്ടം എങ്ങനെയാണെന്നും ഈ കാലഘട്ടത്തെ എങ്ങനെയാണ് നാം നമ്മുടെ സ്വത്വബോധത്തെ ഉണർത്തി എങ്ങനെയാണ് നാം അഭിമുഖീകരിക്കണമെന്നും പഠിപ്പിക്കുകയാണ്, ഉണർത്തി നൽകുകയാണ്, ഒരു ഉണർവ് നൽകുകയാണ് ഈ ദുഹാൻ സീരീസ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. പക്ഷെ ഒരു കാര്യം യാഥാർത്ഥ്യമാണ്, ഈ ഇരുട്ടും തീർച്ചയായും കടന്നു പോകും. നീതിയുടെ വെളിച്ചം ഉദിക്കുക തന്നെ ചെയ്യും. ഈ അപമാനങ്ങളിൽ നിന്നും, ഈ വ്യക്തിഹത്യകളിൽ നിന്നും, ഈ അപഹാസ്യതകളിൽ നിന്നും മുസ്ലിം സമുദായം
1000 കുതിരശക്തികളോടുകൂടെ തിരിച്ചു വരിക തന്നെ ചെയ്യും. പക്ഷേ അതാരെയും ആക്രമിക്കാനല്ല, ആരെയും അപകടപ്പെടുത്താനല്ല. ഈ സംസ്കാരവും ധർമ്മവും മാത്രമാണ് മാനവ സമൂഹത്തിന് ഈ രക്ഷയുള്ളത് എന്ന് ലോകം വളരെ പെട്ടെന്ന് തിരിച്ചറിയും. പക്ഷെ ആ പെട്ടെന്ന് എന്ന് പറയുമ്പോഴും ഒരു പീരിയഡ് കടന്നു പോകേണ്ടി വരിക തന്നെ ചെയ്യും. അതുകൊണ്ട് ഒളിക്കാൻ തയ്യാറാകുന്നിടത്താണ് നമ്മുടെ സംസ്കാരം ഇനി ഉണരേണ്ടത്. നാം യൂറോപ്യനൈസേഷന് വിധേയരായി പുതിയ മോഡേണിറ്റിയുടെ വഴികളിലേക്ക് എടുത്തു ചാടുന്നതിന് പകരം പുണ്യ റസൂൽ എങ്ങനെയെല്ലാം ഒരു വിശ്വാസി അവന്റെ ധർമ്മ സംസ്കാരം നിലനിർത്താൻ വേണ്ടി എങ്ങനെയൊക്കെ ഒളിച്ചു ജീവിക്കണമോ അപ്രകാരം നമ്മുടെ ധർമ്മവും നമ്മുടെ സംസ്കാരവും നമ്മുടെ മതവും നമ്മുടെ വേഷവിധാനങ്ങളും നമ്മുടെ രീതിയും നാം മുറുകെ പിടിച്ചുകൊണ്ട് തന്നെ അപമാനങ്ങൾക്ക് നടുവിൽ ഘോഷയാത്രയിൽ തനിയെ എന്നൊരു പുസ്തകമുണ്ട് OV വിജയൻ. അതിമനോഹരമായ ഒരു പുസ്തകം. ആ പുസ്തകത്തിന്റെ മനോഹരമായ ക്യാപ്ഷനാണ് ആ പുസ്തകത്തിന്റെ ഏറ്റവും മനോഹരമായ അതിന്റെ ഉള്ളടക്കത്തിന്റെ സൗന്ദര്യം. ഘോഷയാത്രയിൽ തനിയെ എന്നാണ് ആ പുസ്തകത്തിന്റെ പേര്. അത് തന്നെ സത്യവും. മുസ്ലിം സമുദായത്തെ സംബന്ധിച്ചിടത്തോളം മുസ്ലിങ്ങൾ ഇപ്പോൾ ഘോഷയാത്രയിൽ തനിയെ നിൽക്കേണ്ട ഒരു കാലഘട്ടമാണ്. നാം ഒളിച്ചേ മതിയാകും. അതിനർത്ഥം സമൂഹത്തിൽ നിന്ന് പൂർണ്ണമായി ഓടുക, തിരിച്ചോടുക എന്നല്ല. നാം ഏത് അപമാനങ്ങൾക്ക് നടുവിലും നമ്മുടെ ഐഡന്റിറ്റി കാത്തു സൂക്ഷിക്കുകയും നമ്മുടെ മതവും സംസ്കാരവും ധർമ്മവുമാണ് ഏറ്റവും മഹത്തരമായത് എന്ന് ഉൾക്കൊള്ളുകയും ചെയ്ത് തീക്കനലുകൾ പിടിക്കുന്ന ഒരു വ്യക്തി എത്ര പ്രയാസപ്പെടുമോ ആ പ്രയാസം അനുഭവിച്ച് തീർക്കുക തന്നെ ചെയ്യുക. സജ്ജരാവുക. നാം നമ്മുടെ ഐഡന്റിറ്റിയെ കാത്തു സൂക്ഷിക്കുക. വിശ്വാസത്തിന്റെയും തൗഹീദിന്റെയും സമർപ്പണത്തിന്റെയും യഥാർത്ഥ നന്മയുടെയും സാമൂഹിക നന്മ ആഗ്രഹിക്കലിന്റെയും ഒരു കാലഘട്ടം നമ്മളിലൂടെ ഉദയം ചെയ്യുകയും നാം നമ്മുടെ ഐഡന്റിറ്റി സൂക്ഷിക്കുകയും ചെയ്യുക എന്നതാണ് ഈ കാലഘട്ടത്തിൽ നാം ചെയ്യേണ്ട ഏറ്റവും മഹത്തരമായ കാര്യം എന്ന് ഈ ദുഹാൻ സീരീസിനെ ഒന്നാം ഭാഗത്തിൽ നിങ്ങൾ മുന്നിൽ സമർപ്പിച്ചുകൊണ്ട് നിങ്ങളുടെ എല്ലാവിധ വേദനകളെയും ഏറ്റെടുത്ത ഒരാൾ എന്ന നിലയിൽ നിങ്ങളുടെ മുന്നിൽ ആ വേദന പങ്കിട്ടുകൊണ്ട് ഞാൻ വാക്കുകൾ അവസാനിപ്പിക്കുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.